കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷവോമിയുടെ MI11 Ultra എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ടാണ് MI11 Ultra എന്ന ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിലും കൂടി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ MI11 Ultra എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും വരിക, അതുപോലെ തന്നെ ഏത് പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യത, അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.81 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ E4 AMOLED ഡിസ്പ്ലേ വരും. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡോൾബി വിഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അതായത് ഫോണിൻ്റെ 4 ഭാഗത്തും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1700 nits ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 1.1 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൻ്റെ ബാക്കിൽ വരിക. ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ചില നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 225 ഗ്രാം ആയിരിക്കും. തിക്നെസ് ഏകദേശം 8.8 mm വരും. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. LPDDR5 റാമുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 11 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാപിക്സലിൻ്റെ f1.95 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആയിരിക്കും വരിക. ഇത് സാംസങ് GN2 സെൻസർ ആയിരിക്കും. ഇതിൽ OS സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൻസർ സൈസ് വരിക 1/1.12 ഇഞ്ച് ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 48 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 128 ഡിഗ്രി ആയിരിക്കും. ഇത് സോണി IMX 586 സെൻസർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 48 മെഗാപിക്സലിലെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 120x ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതും സോണി IMX 586 സെൻസർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 3 ക്യാമറ സെൻസേഴ്സിലും 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡിസ്പ്ലേമേറ്റിൻ്റെ A+ റേറ്റിംഗും കാര്യങ്ങളും ഈ ഫോണിന് കിട്ടിയിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ DxO മാർക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് MI11 Ultraക്കാണ്. അതായത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ MI11 Ultrയിലാണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, ഇതുപോലെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ April 23 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില 70,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. മിക്കവാറും ഈ ഫോണിൻ്റെ വില 75,000 രൂപയ്ക്ക് താഴെ തന്നെ ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 70,000 71,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ ഫോൺ വരിക എന്നുള്ളതാണ്. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണിത്.